Hello guys, welcome back to another video of RG Media. It's me Google here. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിവിടെ കേരളത്തിൽ ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഫ്ലഡിൻ്റെ കേസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീട്ടിൻ്റെ അകത്ത് എല്ലാവരും ഇരിക്കുക, വീടിൻ്റെ വെളിയിറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും വീഡിയോ ഇറക്കാൻ വേണ്ടി വെളിയിൽ പോകാനൊന്നും പറ്റുന്നില്ല. വീടിൻ്റെ അകത്ത് ഇൻഡോർ ഷൂട്ട് മാത്രമേ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ടെക് കണ്ടന്റ് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും വീടുകളിൽ ഇപ്പോൾ എല്ലാവരും അകത്താണല്ലോ, ഇപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ അകത്ത് സ്റ്റേ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഹെഡ്ഫോൺസ്. ഈ മൊബൈലിലെ ഹെഡ്ഫോൺസ് വയറൊക്കെ ചിലപ്പോൾ കട്ടായി പോകാറുണ്ട്, അതുപോലെ തന്നെ കേടായി പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഹെഡ്ഫോൺസ് കൊണ്ട് മാത്രം വേറൊരു ഹെഡ്ഫോൺ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പം ആ ഒരു വീഡിയോ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് 2-3 കേടായ ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഇത് കണ്ടല്ലോ ഗൈസ്, ഇപ്പോൾ ഇതെല്ലാം കേടായ വയറൊക്കെ പൊട്ടിയ ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഈ ഒരു കുറേ ഹെഡ്ഫോൺസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു പുതിയ ഹെഡ്ഫോൺ ഇതുവഴി ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയങ്ങളെല്ലാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നിങ്ങളെ ഫ്രണ്ടിൽ കാണുന്ന 2 കേടായ ഹെഡ്ഫോൺസ് ആണ്. അപ്പോൾ ഈ 2 ഹെഡ്ഫോൺസിൻ്റെ ഒരുമിച്ച് നല്ലൊരു വർക്കിംഗ് ഹെഡ്ഫോൺ ആക്കുന്ന വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആർക്കും ഹെഡ്സെറ്റ് ഒന്നും വാങ്ങാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മളിപ്പം ഹെഡ്ഫോൺ എങ്ങനെ റിപ്പയർ വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലുള്ളത് ഒന്നൊരു വിവോയുടെ ഒരു ബ്രാൻഡ് ഹെഡ്സെറ്റും പിന്നെ ഒരു ലോക്കൽ ഹെഡ്സെറ്റാണ്. ഇപ്പം ഈ ലോക്കൽ ഹെഡ്സെറ്റിൻ്റെ ബോർഡും വയറും തമ്മിൽ ബ്രേക്ക് ആയിരിക്കുകയാണ്. അതിപ്പോൾ ബോർഡില്ല, വെറുതെ ഒരു വയറിംഗ് ആണ്. അപ്പം ഇത് വേറെ ബ്രേക്ക് ആയിരിക്കുകയാണ്. അതേസമയം വിവോയുടെ ഹെഡ്ഫോണിൻ്റെ ഈ ഒരു 3.5 കേബിൾ ഫുള്ളി ബ്രേക്ക് ആയിരിക്കുകയാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേബിൾ റീപ്ലേസ് ചെയ്ത് ഈ ഒരു കേബിൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതൊരു യൂസബിൾ ഹെഡ്ഫോൺസ് ആക്കി മാറ്റാം. അപ്പോൾ ആ ഒരു വീഡിയോ കിടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഗൈസ് നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ പോർഷൻ, ഈ ഹെഡ്ഫോണിലെ മൈക്കിൻ്റെ പോർഷനിൽ ഈ ബോക്സ് ഓപ്പൺ ചെയ്യണം. അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെറിയൊരു പ്ലെയറാണ്. അപ്പം ഈ ഒരു പ്ലെയർ യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആവും. ഇതുപോലെ ബ്രേക്ക് ആയതിനു ശേഷം നിങ്ങൾക്കിത് ഓപ്പൺ ചെയ്യാൻ ഞാൻ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ച് ഹാർഡായിട്ട് പ്രസ് ചെയ്യണം. ഓവർ ഹാർഡായിട്ട് പ്രസ് ചെയ്ത് ചെറിയൊരു ഹാർഡ് പ്രസ് ചെയ്യുന്നതിന് ഇങ്ങനെ ക്ലിപ്പ് ഓപ്പണായി വരും. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഈ ഒരു ബോക്സ് വെളിയെടുക്കുക. അപ്പം ഈ ഒരു ഹെഡ്ഫോണിനകത്ത് നമുക്കൊരു ബോർഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു ബോർഡിൻ്റെ അകത്ത് വരുന്നത് 4 വയറാണ്. ഇപ്പം 4 വയറിൻ്റെ അകത്ത് ഒരു കോമൺ വയർ, പിന്നെ ഒരു ലെഫ്റ്റ് സ്പീക്കറിൻ്റെ വയർ, റൈറ്റ്, പിന്നെ ഒരു മൈക്ക്. അപ്പോൾ ഇങ്ങനെ 4 വയറാണ് വരുന്നത്. ഇതേ 4 വയറാണ് നമ്മളെ മറ്റേ കറുത്ത ഹെഡ്ഫോണിൻ്റെ കേബിളിലും ഉള്ളത്. അപ്പോൾ ഈ ഒരു 4 വയറിനെ ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ ഹെഡ്ഫോണിൻ്റെ ഈ ഒരു ബോക്സ് തുറന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതുപോലത്തെ ഒരു ലോജിക് ബോർഡ്, പിന്നെ അതിൻ്റെ അകത്ത് ഒരു മൈക്രോഫോൺ, ഒരു ബട്ടൺ വരുന്നത്. നമുക്ക് എന്തായാലും ഇവിടെ സോൾഡറിങ് ആകണമെന്നില്ലാതെ എങ്ങനെ വീട്ടിൽ തന്നെ ഇതൊന്ന് ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ള വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു കേബിൾ എങ്ങനെയാണ് സോൾഡറിങ് ചെയ്യണമെന്നില്ലാതെ നമുക്ക് ഈ ബോർഡിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ള വീഡിയോയാണ്. എന്തായാലും ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ആരെങ്കിലും സോൾഡറിങ് ആണെന്നും കാണത്തില്ല, അതുപോലെ തന്നെ ഇപ്പം വാങ്ങാനാണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും സാധാരണക്കാർക്ക് എങ്ങനെ വീട്ടിൽ ഹെഡ്ഫോൺ ശരിയാക്കി എടുക്കാന്നുള്ള വീഡിയോയാണ്. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് നീളത്തിൽ ഈ വയർ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലത്തെ ഒരു കവറിങ് കാണാം, കേസിങ് കാണാം. ഈ കേസിങ് നൈസായിട്ട് ഊരിയെടുക്കുക. ഓക്കെ, നമ്മളിങ്ങനെ പഴയ കേബിൾ നമ്മൾ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കേബിളിനെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഗൈസ് ഇതാണ് ഹെഡ്ഫോണിൻ്റെ വരുന്ന വയേഴ്സ്. അതിനകത്ത് ഇത് മൈക്രോഫോണിൻ്റെ വയറാണ്, പിന്നെ നമ്മളത് ലെഫ്റ്റ് ചാനലിൻ്റെ, ഇത് നമ്മളെ കോമൺ വയറാണ്, പിന്നെ വരുന്നത് റൈറ്റ് ചാനലിൻ്റെ വയർ. അങ്ങനെ 4 വയറാണ് വരുന്നത്. അതേ 4 സെയിം വയറിലാണ് ഇപ്പോഴത്തെ ഈ ഹെഡ്ഫോണിൽ വരുന്നത്. ഈ 2 വയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ആദ്യം വയർ ജോയിൻ ചെയ്യുക. അതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിനെടുത്തിട്ട് ഈ വയർസിനെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇപ്പോൾ നല്ല ഈ ഒരു അളവ് മാത്രമേ എടുക്കുന്നുള്ളൂ വയർസ് ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ അളവിനെ കട്ട് ചെയ്ത് കളയണം ബാക്കി പീസ്. അതിനുശേഷം ഈ കേബിൾസും ഈ ബോഡിയിൽ നിന്ന് കേബിൾസ് നമ്മൾ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇതിലെ മെയിൻ കോപ്പർ വയർ തന്നെ ജോയിൻ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ കോമൺ വയർ ആയിട്ടുള്ള കോപ്പർ വയർ. നിങ്ങൾക്ക് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ ഇപ്പോൾ കോമൺ വയർ ഏതാണെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ബോർഡിൽ നമുക്ക് ചെറുതായിട്ട് മാർക്കിംഗ് കാണും. C എന്ന് എഴുതിയാണ് കോമൺ വയർ, അല്ലെങ്കിൽ G ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ടിൻ്റെ സിമ്പിളായിരിക്കും. കോമൺ വയർ എന്ന് ഉപയോഗിക്കുന്ന ഗ്രൗണ്ടാണ് G എന്ന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ നമ്മളെ മൈക്കിന് M+ എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് കറക്റ്റ് മാത്രം വയർ കൊടുക്കുക. നിങ്ങൾക്ക് അവസാനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഹെഡ്ഫോൺ വർക്കാവാതെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം കറക്റ്റ് കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഈ 2 കോമൺ കോപ്പർ വയർസ് നമ്മൾ ജോയിൻ ചെയ്യുക. കോപ്പർ വയറിന് സ്ലീവ് വരത്തില്ല, എന്നാലും നമുക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ ഈ കളർ കോഡിലൊക്കെ ഇപ്പം എല്ലാം ബാക്കി സെയിം കളേഴ്സ് ജോയിൻ ചെയ്താൽ ഇപ്പം ബ്ലൂവിന് ബ്ലൂ, ഗ്രീനിന് ഗ്രീൻ, അതുപോലെ റെഡിന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വയറെല്ലാം ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കൈ കൊണ്ട് ട്വിസ്റ്റ് ചെയ്ത വയറിലാണ്.
ഇനി എല്ലാ വയേഴ്സും ജസ്റ്റ് നമുക്ക് കുറച്ച് പോർഷൻസ് ഫ്ലെയിം ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ചെയ്യുമ്പോൾ ഇതിന് മുകളിൽ ക്ലിയർ കോട്ട് പോകും. അപ്പോൾ അതിനുശേഷം ആ കോപ്പർ വയർ തമ്മിൽ ജോയിൻ ആവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഫൈനലി നമ്മൾ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വയറിംഗ് ഒക്കെ ഓക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫോണിൽ എടുത്തിരിക്കുകയാണ്. ഇപ്പം യൂട്യൂബിൽ NCSൻ്റെ ഒരു പാട്ട് കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ NCSൻ്റെ പാട്ട് പ്ലേയിങ് ആണ്. അപ്പോൾ ഈ ഒരു മൈക്രോഫോൺ ഉപയോഗിച്ച് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇതിൽ എത്രത്തോളം വോയിസ് ക്യാപ്ചർ ആവുമെന്നുള്ളത് കേൾക്കാം. അപ്പോൾ ഗൈസ് ഹെഡ്സെറ്റ് നല്ല പക്ക വർക്കിംഗ് കണ്ടീഷനാണ്. അപ്പോൾ നമുക്കിനി ഇതിനെ നല്ല രീതിയിൽ ഒന്ന് പാക്ക് ചെയ്ത് നമുക്ക് സാധാരണ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഹെഡ്ഫോണുകളാക്കിയെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഹെഡ്സെറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹെഡ്സെറ്റിൻ്റെ വയറൊക്കെ അകത്ത് വെച്ച് പാക്ക് ചെയ്ത് ഇപ്പോൾ സെലോ ടാപ്പൊക്കെ കഴിഞ്ഞ് നല്ല കുട്ടപ്പനായി ഇരിപ്പുണ്ട്. നമുക്കിപ്പം എന്തായാലും ഇപ്പോൾ ലോക്ക്ഡൗൺ അല്ലേ ഗൈസ്, ഇപ്പം ആർക്കും ഒന്നും വെളിയിറങ്ങിയപ്പോൾ സാധനങ്ങൾ ഇപ്പോൾ ഹെഡ്സെറ്റ് ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്താലും വരാൻ പോകുന്നില്ല. ചില സാധനങ്ങളിൽ മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ ഫ്ലഡൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഹെഡ്ഫോൺസൊക്കെ ഇങ്ങനത്തെ പഴയ കേടായ ഹെഡ്ഫോൺസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ സിമ്പിളായിട്ട് ഇപ്പം ഞാൻ കണ്ടത് സോൾഡറിങ് അതിനൊരു യൂസ് ചെയ്യാതെ വെറും കൈ കൊണ്ട് മാത്രം ചെയ്ത ഒരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ പഴയ ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ശരിയാക്കി യൂസ് ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ. ഒരു ചിലവും വരുന്നില്ല, ഒരു കോസ്റ്റും വരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ തന്നെ ഞാൻ ഇതിപ്പം JBLൻ്റെ ഒറിജിനൽ ഹെഡ്സെറ്റാണ്. ഇപ്പം ഞാൻ ഇത് വേറൊരു JBL ഹെഡ്സെറ്റാണ്. ഇതിൻ്റെ വയർ മാറ്റി ഇത് കണ്ട ഇതിൻ്റെ തിക്നെസ് കണ്ടാൽ മനസ്സിലാവും. ഇത് വേറെ വയറാണ്, ഇത് വേറെ വയറാണ്. ഇതുപോലെ വയർ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇങ്ങനെ വയർ ചേഞ്ചിങ്ങിനുള്ള ഡൗട്ട് ഇപ്പം ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ID കോൺടാക്ട് ചെയ്താൽ താഴെ ഞാൻ കൊടുത്തിരിക്കാം. ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം ID എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു, അതുപോലെ തന്നെ ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ നമുക്ക് 2-3 പുതിയ വീഡിയോസ് ഇടാനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഔട്ട്ഡോർ വ്ളോഗ്സും അതുപോലെ തന്നെ നമ്മുടെ കാറിൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻ വീഡിയോസൊക്കെ ഇടാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ ഗൈസ്, കൊറോണ നമ്മളെ തേച്ച് ഗൈസ്. അതുപോലെ തന്നെ ആരും വെളിയിറങ്ങലും ഗൈസ്, എല്ലാവരും വീട്ടിൻ്റെ അകത്ത് നിന്ന് ഇരിക്കുക. ഒന്നാമത് കൊറോണ വൈഡ് സ്പ്രെഡിങ് ആവുകയാണ്. നമ്മളും കൊറോണ രോഗികളായിരുന്നു ഒരു ആഴ്ച മുമ്പ്. അതുകൊണ്ട് ആരും വെളിയിൽ ഇറങ്ങാതെ വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. സ്റ്റേ സേഫ് ഗൈസ്. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഗോകുൽ ആൻഡ് രാഹുൽ. വി ആർ സൈനിങ് ഓഫ്.